സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷനെ തിരുത്താനുള്ള പ്രചോദനം ദിവസം തോറും കുറഞ്ഞു വരിക. ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു ഫോൺ എടുത്തിട്ട് എന്ത് വേണിച്ചാൽ വിളിച്ചു പറയാം. ദിവസം കാൽഷ്യം ഗുളിക കഴിക്കൂ, എല്ല് തേയ്മാനത്തിനെ കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്റേ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അതിന് 1000 ലക്ഷക്കണക്കിന് വ്യൂസായി, ലൈക്സായി, ഫോളോവേഴ്സായി. ഒരു 6-7 മാസത്തിൽ ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ ആവും. പിന്നെ അയാൾ അതിൻ്റെ ബ്രാൻഡിങ് ആയി, പൈസ സമ്പാദിക്കലായി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ തെറ്റായ ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട എഫേർട്ട്, വേണ്ട പ്രയത്നം വളരെ കുറവാണ്. പക്ഷേ ഈ തെറ്റായ ഇൻഫർമേഷൻ തിരുത്താൻ വേണ്ട പ്രയത്നം വളരെ വളരെ കൂടുതലാണ്, 1000 ഇരട്ടിയാണ്. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡോളിൻ നീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. വിഡ്ഢിത്തരത്തിനെ വിഡ്ഢിത്തരം എന്ന് തെളിയിക്കാൻ ഒരുപാട് എഫേർട്ട് എടുക്കണം. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഫൈറ്റ് ചെയ്യുന്നത് ഒരു വലിയ അറ്റൻഷൻ സീക്കിങ് കമ്മ്യൂണിറ്റീനെയാണ്. തെറ്റായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ, ഈ തെറ്റായ ഇൻഫർമേഷൻ മാത്രം കേട്ട് ഫാൻറ്റസൈസ് ചെയ്യാൻ കോടിക്കണക്കിന് ആൾക്കാർ. ദയവ് ചെയ്ത് ഏതെങ്കിലും റീലിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ ഇടുന്ന ആളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. അയാൾ ഡോക്ടറാണോ നോക്കുക. അയാൾ ഡോക്ടറാണെങ്കിൽ തന്നെ എന്തിൻ്റെ ഡോക്ടറാണെന്ന് നോക്കുക. അതല്ല ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ എന്താണ് അയാളുടെ ഡിഗ്രി, എന്തിലാണ് അയാൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ അയാൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നു എന്ന് ദയവ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് നാട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ.